ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായി നാം ആഗ്രഹിക്കുന്നത് 1 തെസ്സലോനിക്കർ 4:3 വാക്യത്തിൽ കാണുന്ന ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്നുള്ള വിഷയമാണ്. അതിനൊരു ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ ക്രിസ്ത്യ ജീവിതം ദൈവകൃപയാൽ വിശുദ്ധിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തു രക്ഷകനായി വിശ്വസിച്ചിരിക്കുന്ന എല്ലാവരും അനുസരണത്തിൽ വളർന്ന് ക്രിസ്തുവിനെ പോലെ ആകണമെന്നാണ് ദൈവത്തിൻ്റെ ഹിതം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം. ദൈവത്തിൻ്റെ വിശുദ്ധനായതിനാൽ വിശുദ്ധി പിന്തുടരുവാൻ ബൈബിൾ വിശ്വാസികളെ ആവർത്തിച്ച് ഓർപ്പിക്കുന്നു. 1 പത്രോസ് 1:15 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ ആത്മാർത്ഥതയുള്ള ഓരോ വിശ്വാസിക്കും പാപത്തിനെതിരെ ഒരു നിരന്തര പോരാട്ടമുണ്ടെന്ന് വ്യക്തമായിട്ട് അറിയാം. റോമാലേഖനം 7:15 മുതൽ 25 വരെയുള്ള ഭാഗത്ത് അപ്പോസ്തലനായ പൗലോസ് ഈ പോരാട്ടത്തെ വിവരിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നത്, താൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നന്മയ്ക്ക് വിരുദ്ധമായ തിന്മ തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ദൈവദിന ധ്യാനത്തിൽ കേൾക്കാറുള്ള വിശുദ്ധമായ ജീവിതം നയിക്കണമെന്നുള്ളത് തന്നെയാണ്. എല്ലാ അർത്ഥത്തിലും അത് ശരിയായ കാര്യം തന്നെയാണ്. എന്നാൽ പലപ്പോഴും നമുക്ക് വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ കഴിയാതെ പോകുന്നു, അല്ലെങ്കിൽ അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു വലിയൊരു വാസ്തവം ചിലപ്പോഴൊക്കെ നമ്മൾ കണക്ക് കൂട്ടുന്ന ചില വിശുദ്ധിയുടെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്ന നിലയിലൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നതിനപ്പുറമുള്ളതാണ്. അപ്പോൾ ആ വിശുദ്ധിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നിടത്താണ് പൗലോസ് പറയുന്നത്, ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് നന്മയ്ക്ക് വിരുദ്ധമായ തിന്മ എന്നിൽ വന്നു ഭവിക്കുന്നു എന്ന് പറയുന്ന ഒരു വാക്യങ്ങൾ റോമാലേഖനം 7:15 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നത്. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നില്ല, എന്നാൽ ഞാൻ വെറുക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നു, അയ്യോ ഞാൻ എത്ര നിർഭാഗ്യവാനാണെന്ന് പൗലോസ് ഭാഗത്ത് പറയുന്നുണ്ട്. മരണത്തിൻ്റെ അടിമയായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കുമെന്ന് പൗലോസ് വ്യക്തമായിട്ട് ആ വാക്യങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ കർത്താവിന് വേണ്ടി ഏറെ അധ്വാനിക്കുകയും കർത്താവിൻ്റെ ദർശനത്തിൽ കാണുകയും കർത്താവിൽ നിന്ന് പഠിക്കുകയും ഒക്കെ ചെയ്ത പൗലോസ് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പറയുന്നുവെങ്കിൽ ആ പാപത്തിൻ്റെ അഗാധത എത്ര വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള പോരാട്ടം എന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള പോരാട്ടമാണ്. അല്ലെങ്കിൽ പാപത്തോട് എതിർത്ത് നിൽക്കുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോടും എതിർത്ത് നിന്നിട്ടില്ല എന്ന് നമ്മൾ തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പാപത്തോട് എതിർത്ത് നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ പലപ്പോഴും ഈ പാപത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പെട്ടുപോയിട്ട് ദൈവത്തിൽ നിന്ന് വളരെ അകന്നു പോകുന്ന സാഹചര്യം നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ജയകരമായ ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കാൻ കഴിയുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ അപ്പോസ്തലന്മാരിൽ ഒരാളെ പൗലോസ് ദൈവത്തെ അനുസരിക്കാനുള്ള തൻ്റെ ആഗ്രഹത്തെയും തന്നെ എതിർത്ത പാവകൃത്യത്തെയും ഇടയിലുള്ള പോരാട്ടത്തെ പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. രക്ഷയ്ക്ക് ശേഷവും വിശ്വാസികൾ ജഡത്തോട് പോരാടുന്നത് തുടർന്നു വന്നത് ഇത് നമ്മെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമുക്കൊരു പുതിയ സ്വഭാവം ലഭിച്ചിട്ടുണ്ടെങ്കിലും ദൈവം നമ്മെ തൻ്റെ വിശുദ്ധീകരണ പ്രവൃത്തി തുടരുമ്പോൾ നാം ദിവസവും പരിശുദ്ധാത്മാവിനാൽ ആശ്രയിക്കണം. പാപം സ്വീകാര്യമാണെന്നതോ എന്നല്ല ഇതിനർത്ഥം. തീർച്ചയായും പാപം നമുക്ക് ചെയ്യാനുള്ള ഒരു വ്യവസ്ഥയുമില്ല. പാപത്തിൻ്റെ പിന്തിരിഞ്ഞ് നീതി പിന്തുടരുവാൻ ദൈവം നമ്മെ വിളിക്കുന്നു. എന്നിരുന്നാലും നമ്മുടെ സ്വന്തം ശക്തി, ഇച്ഛാശക്തി, അറിവ് അല്ലെങ്കിൽ സ്വയനീതി എന്നിവയാൽ പാപത്തെ മറക്കുവാൻ അല്ലെങ്കിൽ മറികടക്കുവാൻ നമുക്ക് കഴിയില്ല എന്ന് ദൈവവചനം നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു. വിജയം ദൈവത്തിൻ്റെ കൃപയിലൂടെ മാത്രമേ നമുക്ക് വരുന്നുള്ളൂ. നമ്മൾ വിജയം എന്ന് പലപ്പോഴും ചിന്തിക്കുന്നത് ഭൗതിക ജീവിതത്തിലെ വിജയങ്ങളും നമ്മുടെ ജീവിതത്തിലെ നേട്ടങ്ങളും ഒക്കെയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ക്രിസ്തീയ ജീവിതത്തിൽ വിജയം എന്ന് ചിന്തിക്കുന്നത് നമ്മുടെ ജഡസ്വഭാവത്തോട് നമ്മൾ പോരാടുന്നതിൽ വിജയിക്കുക. അത് നമ്മുടെ ഇച്ഛാശക്തി കൊണ്ടോ നമ്മുടെ കഴിവുകൊണ്ടോ അല്ല, യേശുക്രിസ്തുവിൽ ആശ്രയിച്ച് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ ആ വിജയം നേടുന്നതിനെയാണ് യഥാർത്ഥത്തിൽ വിജയമെന്ന് വേദോത്സവം പഠിപ്പിക്കുന്നത്. റോമാലേഖനം 5:1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്, അപ്പോൾ നമ്മുടെ നീതീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പാപത്തിൻ്റെ ഈ അവസ്ഥയിൽ നിന്നുള്ള മാറ്റം ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് വിശ്വാസത്താലാണ്. നമ്മുടെ നീതി പ്രവൃത്തി കൊണ്ടോ നമ്മുടെ പ്രവർത്തികളുടെ പ്രത്യേകതകൾ കൊണ്ടോ അല്ല. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ നീതിയോടൊപ്പം എത്തുവാനോ അല്ലെങ്കിൽ വിശുദ്ധിയിലേക്ക് എത്തുവാനോ നമുക്ക് കഴിയില്ല. അതിൽ വിശ്വാസത്താൽ ദൈവകൃപയിൽ ആശ്രയിച്ച് മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുള്ളൂ. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ
8 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കൃപയാൽ നിങ്ങൾ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കവിടെ കാണുന്നുണ്ട്. അത് ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് നമുക്ക് ആ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നമ്മുടെ രക്ഷപൂർണ്ണമായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവകൃപയിലാണ്. അതുപോലെ പാപത്തിനെതിരായ നമ്മുടെ ദൈനംദിന വിജയവും അവൻ്റെ കൃപയിൽ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ജഡത്തിൻ്റെ പാപകരമായ ആഗ്രഹങ്ങളെ മറികടക്കാൻ കഴിയും? യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാം അധ്യായത്തിലെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവിൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. പാവികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ, നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിൻ്റെ സന്നിധി താഴുവിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. യാക്കോബിൻ്റെ ലേഖനം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സഹോദരനായ യാക്കോബ് എഴുതിയ ലേഖനമാണ്. വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ്, നാം ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ. നമ്മളൊരു പാപത്തിൻ്റെ ഒരവസ്ഥയിലൂടെ നമ്മൾ പോയെങ്കിലും കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചു, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മളറിയാതെ അറിഞ്ഞോ ഒക്കെ പാപത്തിൻ്റെ സാഹചര്യങ്ങൾ വന്നു വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുക എന്നുള്ളതല്ല, അല്ലെങ്കിൽ ദൈവവിശുദ്ധനായതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഇനി എനിക്ക് വരുവാൻ കഴിയുകയില്ല എന്നുള്ള കുറ്റബോധത്തിൽ നമ്മൾ അകന്നു പോകുവാനല്ല. നമ്മൾ ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോടും അടുത്ത് വരും. നമ്മുടെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ. നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് കർത്താവിനോട് അടുത്ത് ചെല്ലുമ്പോൾ അവൻ നമ്മളോടും അടുത്ത് വരുന്ന ദൈവമാണ്. സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരയുവിൻ. നമ്മുടെ പാപങ്ങളെ, നമ്മുടെ കുറവുകളെയൊക്കെ ദൈവത്തിൻ്റെ ഏറ്റുപറഞ്ഞുകൊണ്ട് കരയുമ്പോൾ നമ്മുടെ ആ ദുഃഖകരമായ അവസ്ഥ സന്തോഷമായി മാറുകയും കർത്താവിൽ നമുക്ക് സന്തോഷിപ്പാനായിട്ടും കഴിയും. ക്രിസ്ത്യ ജീവിതം നമ്മളിൽ നിന്ന് ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ളതല്ല, മറിച്ച് ദൈവത്തിന് നിരന്തരം കീഴടങ്ങുന്നതിനെ കുറിച്ചാണ്. പ്രലോഭനങ്ങളെ ചെറുക്കുന്നതിനെ കുറിച്ചാണ്, അവനോട് അടുക്കുന്നതിനെ കുറിച്ചാണ്, അവൻ്റെ കൃപയിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചാണ്. നാം ക്രിസ്തുവിനോട് അടുക്കുമ്പോൾ ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ മറികടക്കാനും വിശുദ്ധിയിൽ വളരുവാനും പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. നമ്മെ രക്ഷയിലേക്ക് വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മിൽ ആരംഭിച്ച നല്ല പ്രവൃത്തി പൂർത്തിയാക്കുവാൻ അവന് കഴിയും. ഫിലിപ്പിയ ലേഖനം 1:6 നമ്മൾ കാണുന്നുണ്ട്. നാം അവൻ്റെ ഇഷ്ടം അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും അവൻ്റെ വചനം വായിക്കുകയും അവനെ ആശ്രയിക്കുകയും ചെയ്യുമ്പോൾ അവർ നമ്മെ ക്രിസ്തുവിൻ്റെ സാദൃശ്യത്തിലേക്ക് രൂപപ്പെടുത്തുന്നത് തൻ്റെ പ്രവൃത്തി തുടരുന്നു. നാം പരാജയപ്പെടുകയും പാപത്തിൽ വീഴുകയും ചെയ്യുമ്പോൾ ലജ്ജയോടെ ദൈവത്തിൽ നിന്ന് ഒരിക്കലും ഓടിപ്പോകരുത്. പകരം നാം മാനസാന്തരത്തിലും വിശ്വാസത്തിലും അവൻ്റെ അടുക്കിലേക്ക് വരണം. ഇബ്രായ ലേഖനം 4:16 നമ്മളെ വചനം പറഞ്ഞ പൗലോസ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്ത് സഹായത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനടുത്തേക്ക് ചെല്ലുക. ഏറ്റവും മനോഹരമായ ഒരു വാക്യമാണത്. ധൈര്യത്തോടെ കൃപാസനത്തിനോട് അടുത്ത് ചെല്ലുക. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാനുള്ള ഒരു വലിയ ഭാഗ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും കർത്താവിനോട് അടുത്ത് ചെല്ലുവാൻ നമുക്ക് സാധ്യമാകട്ടെ. നമ്മുടെ ദൈവം കരുണയുള്ളവരാണ്. അവൻ തൻ്റെ മക്കളെ തൻ്റെ അടുക്കലേക്ക് വരുവാൻ ക്ഷണിക്കുന്നു. അവൻ നിന്ന് ഒളിച്ചോടുവാനല്ല. അനുതാപമുള്ള ഹൃദയത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മോട് ക്ഷമിക്കുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. യോഹന്നാൻ 1:9 നമ്മൾ കാണുന്നു. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. അതുകൊണ്ട് പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ഒരിക്കലും അനുവദിക്കരുത്. പകരം അത് നമ്മെ ഒരു കൃപയുടെ സിംഹാസനത്തിലേക്ക് നയിക്കട്ടെ. അവിടെ നമുക്ക് കരുണയും ക്ഷമയും ശക്തിയും വിശുദ്ധിയും നടക്കുവാനുള്ള ശക്തിയും ലഭിക്കുന്നു. യേശുക്രിസ്തുവിന്റെ കൃപയാലും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാലും നമ്മെ ശുദ്ധീകരിപ്പാനും അവൻ്റെ സന്നിധി പൂർണ്ണമായി നിൽക്കുന്ന ദിവസം വരെ നമ്മെ നിലനിർത്താനും നമ്മെ വിശ്വസ്തനാണ്. അതിനായ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ.